ഇവിടെ പഠിച്ചിരുന്ന 4 ഡിവിഷനുകൾ ABC. അതിൻ്റെ ഒരു കൂട്ടായ്മയുടെ സുവർണ ജൂബിലി ആഘോഷത്തിലായിട്ട് 50 കൊല്ലം തയ്യാണ്. കഴിഞ്ഞ മാർച്ച് വന്നപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പാസ് ഔട്ടായി, റിസൾട്ട് വന്നത് പിന്നീടായിരിക്കാം. അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നതും ഈ റീയൂണിയൻ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി സുവർണ ജൂബിലി ആഘോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യോഗ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പായി വിശിഷ്ടാതിഥികളായ ഈ സ്കൂളിലെ HM ശ്രീമതി NK സീമയെ വേദിയിലോട്ട് ക്ഷണിക്കുകയാണ്. അതിൻ്റെ കൂടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഇവിടുത്തെ നമ്മുടെ വിദ്യാർത്ഥിയുമായിരുന്ന ശ്രീ MK മഹേഷിനെ വേദിയിലോട്ട് ക്ഷണിക്കുന്നു. ഈ വാർഡിന്റെ മെമ്പർ ശ്രീ സുശീൽ ആന്റണി കോയറ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്, വേദിയിലോട്ട് ക്ഷണിക്കുന്നു. ശ്രീ KG മുരളി മോഹൻ PTA പ്രസിഡന്റ് വേദിയിലോട്ട് ക്ഷണിക്കുന്നു. സുവർണ ജൂബിലി ആഘോഷത്തിന്റെ തുടക്കം കുറിക്കുന്നതിനായി പ്രസിഡന്റ് ശ്രീ MK മഹേഷിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഞാൻ ഇതിനു മുമ്പ്
ഒരു വലിയ സദസ്സിനെ അഭിമുഖീകരിക്കുകയോ പ്രഭാഷണം നടത്തുകയോ ഒന്നും അങ്ങനെ പരിചയമുള്ള ഒരാളല്ല. സന്ദർഭവശാൽ നമ്മളിങ്ങനെ ഒരു ആലോചന യോഗം വരികയും അതിൽ വന്ന് കൂടി ആലോചിച്ച് എന്നെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തതാണ് വാസ്തവം. അപ്പോൾ നമുക്ക് ഈ പരിപാടിയുടെ കാര്യപരിപാടി ഞാനൊന്ന് വായിക്കാം. പ്രാർത്ഥന ഇന്നത്തെ നമ്മുടെ പരിപാടിയാണ്. അനുശോചനം, സ്വാഗതം, അധ്യക്ഷ പ്രസംഗം, ഉദ്ഘാടനം, ആദരവ്, ആശംസകൾ, കൃതജ്ഞത, സ്വയം പരിചയപ്പെടുത്തൽ, ഇത്തരമാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന പരിപാടി. ഇതിൽ നമ്മുടെ കലാപരിപാടികൾ നമ്മൾ കുറച്ച് പറ്റുന്ന രീതിയിലുള്ള കലാപരിപാടികൾ നമ്മളുടെ നടത്തപ്പെടുന്നതാണ്. അത് നിബന്ധനകൾക്ക് വിധേയമായി എന്ന് പറയാൻ ഇല്ല, സമയബന്ധിതമായിട്ട് സമയത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് പരിപാടികൾ ചിലപ്പോൾ മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യതയുണ്ട്. നല്ല അധികാരം കമ്മിറ്റി ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് പ്രാർത്ഥന ശ്രീ രവീന്ദ്രൻ വി ടി ക്ഷമിക്കണം. ഇതിനകത്ത് 2 ആങ്കർമാരുണ്ട്, അവതാരകരുണ്ട്. പക്ഷേ ഞാൻ മറന്നുപോയി. ശ്രീമതി ഗിരിജയെ ആൻഡ് ശ്രീമതി ജയാനദിയെ അവരെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ നമ്മുടെ സത്യം പറഞ്ഞ പോലെ SSLC ബാച്ച് 1975-76 അധ്യയന വർഷത്തിലെ ABCD ഡിവിഷനിലെ എല്ലാ സഹപാഠികളെയും ചേർത്ത്, അതായത് 80ഓളം ചേർത്തുള്ള ഒരു ഫാമിലി ഗെറ്റ് ടുഗദറാണ് ഇവിടെ പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ സഹപാഠികൾ കുറേ പേർ നമ്മളെ വിട്ടുപിരിഞ്ഞു. പിന്നെ വരാൻ പറ്റാത്ത അവസ്ഥയിലാണ് കുറച്ച് പേര്, അങ്ങനെയാണ് അറിഞ്ഞത്. എന്നാൽ 80ഓളം പേരെ ചേർത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി 65 പേര് അവരുടെ ഫാമിലിയും ചേർത്തുള്ള ഒരു കൂട്ടായ്മ ആണ് ഇവിടെ നടത്താൻ പോകുന്നത്. ഈ വരാൻ പോകുന്ന പ്രാർത്ഥന രവീന്ദ്രൻ താൻ രചിച്ചതാണ്. പ്രാർത്ഥനയാണ്. എല്ലാവരും എണീറ്റ് നിന്നാൽ. സത്യസ്വരൂപനെ തൊഴാം, കാത്തിടേണമെന്നുമെങ്ങളെ, സൽപ്രവൃത്തി നല്ല ബുദ്ധിയും ഏകിടണേ ഞങ്ങളെ ഓർക്കും, ഏകിടണേ ഞങ്ങളെ ഭൂമി തന്നിലെ സസ്യജീവജാലവും മലകൾ പുഴകൾ പർവ്വതങ്ങൾ ഭൂമി തന്നിലെ സസ്യജീവജാലവും മലകൾ പുഴകൾ പർവ്വതങ്ങൾ ഇന്ദ്രനീലവർണ്ണമാർന്നവൻ കടൽ തടാകവും മലീമസിച്ചിടാതെ ഞങ്ങൾ നല്ല പോലെ നോക്കിടാ. സ്വരൂപനെ തൊഴാം, കാത്തിടേണമെന്നുമെങ്ങളെ, സൽപ്രവൃത്തി നല്ല ബുദ്ധിയും ഏകിടണേ ഞങ്ങളെ. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ തന്നെ വിദ്യാലയത്തിലെയായ ശ്രീമതി സീന, ഹെഡ്മിസ്ട്രസ്സായ സീന മാഡമാണ്.
എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ 1975-76 ബാച്ചുകാരുടെ ഒരു കൂട്ടായ്മ, അതിൽ ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചതിന് ആദ്യം തന്നെ നന്ദി പറയുകയാണ്. നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. 1975 ബാച്ച് 75-76 ബാച്ചാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും റിട്ടയേർഡ് ഹാൻഡ്സ് ആയിരിക്കും, അതായത് എല്ലാവരും വയസ്സന്മാരായിരിക്കും എന്നറിയാം. ഞാനും അടുത്ത മാസം റിട്ടയർ ചെയ്യുകയാണ്. വയസ്സന്മാരുടെ കൂട്ടത്തിലേക്ക് ഞാനും വരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് ആരും വയസ്സായ പോലെ തോന്നുന്നില്ല. ആരും വയസ്സായ പോലെ തോന്നുന്നില്ല. പിന്നെ ഞാൻ ഡയറ്റ് ചെയ്യില്ലാന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾ മാത്രം തലയൊക്കെ നരച്ചിട്ടുണ്ട്. ബാക്കി എല്ലാവരും ചെറുപ്പക്കാരന്മാരും തന്നെയാണ്. നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. സത്യന്റെ കാര്യം പറയുകയാണെങ്കിൽ സത്യനെ എപ്പോഴും ഓരോ കാര്യത്തിന് വിളിക്കും, തിരിച്ചാതെ ഓരോ കാര്യത്തിന് വിളിക്കുമ്പോഴും ആ ഉത്സാഹം കാണുമ്പോൾ എനിക്കും ഒരു ഉത്സാഹം കൂടുതലാണ്ടാണ്. എനിക്കിന്ന് 3 ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് സത്യം പറഞ്ഞ ടീച്ചറെ എന്തായാലും ഇത് നടത്തിയിട്ട് ടീച്ചർ പൊക്കോ, കല്യാണം ഉണ്ട്, അഴിയന്തരം ഉണ്ടൊക്കെ ഉണ്ട്, ഇത് കഴിഞ്ഞിട്ട് പൊക്കോ എന്ന് പറഞ്ഞപ്പോഴും ഞാനും അപ്പം ആലോചിച്ച് ശരിയാണ്, ഈ കുഞ്ഞുങ്ങൾ ഇത്രയും ഭംഗിയായിട്ട് ഇത് നടത്താൻ തീരുമാനിക്കുമ്പോൾ ഞാനായിട്ടത് മുടക്കില്ല. അങ്ങനെയാണ് ഞാനിവിടെ ആദ്യം തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോടു കൂടി വന്നത്. സാധാരണ ഇതേപോലെ ഒരു കൂട്ടായ്മയിൽ അവരൊരു എന്തെങ്കിലും ഒരു സാധനം സ്കൂളിലായിട്ട് തരും. അങ്ങനെ പറഞ്ഞു, ആവശ്യം പറഞ്ഞു. അപ്പൊ എൻ്റെ മനസ്സിലുള്ളത് ഒരു കർട്ടൻ വേണം. കർട്ടൻ നമ്മുടെ സ്കൂളിന് അത്യാവശ്യമാണ്. എന്തെങ്കിലും ഒരു പരിപാടി നടക്കുമ്പോൾ കർട്ടൻ വേണം. എപ്പോഴും അത് വാടക എടുക്കണം. നമ്മുടെ ഗവൺമെന്റ് സ്കൂളാണെന്ന് അറിയാലോ. ഇപ്പം ആണെങ്കിൽ കുട്ടികളും കുറവാണ്. ഈ വാടക എല്ലാം നല്ലൊരു എമൗണ്ട് വരും. അപ്പം ഞാൻ ആരൊക്കെ എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞാലും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ സ്വരൂപിക്കും. അങ്ങനെയാണ് ഇവരോട് ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞു. നമുക്കൊരു എന്നും ഇത് ഓർക്കും. ഞാനിനി റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് ഇവിടെ വന്നാലും ഇത് കാണുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മുഖം എന്നിലൂടെ ഓടിപ്പോകും. ഈ കൂട്ടായ്മ ഇങ്ങനെ തന്നെ ഇതിനേക്കാളും ഭംഗിയായിട്ട് അതിൻ്റെ ഉച്ചശൃംഗങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. തുമ്പി കാട്ടി കൊമ്പ് കാട്ടി വന്നു, 9-1 നിന്നുപോയി ബാക്കി 8 മുട്ട കട്ടെടുത്തു ചത്തുകാരനാണ്ടി, 8-1 മണ്ട പൊട്ടി, 8-1 താഴെ വീണു ബാക്കി പിന്നെ 7 കോഴി വാഴക്കയ്യിലോടിച്ചാടി നിന്നു, 7-1 താഴെ വീണു ബാക്കി പിന്നെ 6 കാറ് റോഡിലൂടെ ചീറിപ്പാഞ്ഞു പോയി, 6-1 ബ്രേക്ക് പൊട്ടി ബാക്കി പിന്നെ 5 വഞ്ചി പഞ്ചസാര ചാക്കുമായി നീങ്ങി, 5-1 താഴെ വീണു ബാക്കി പിന്നെ 4 മാല നല്ല മാല മണിയമ്മ വാങ്ങി, 4-1 നായണയ്ക്ക് ബാക്കി പിന്നെ 3 മൂങ്ങ ചിറകടിച്ചു പാഞ്ഞു, 3-1 താഴെ വീണു ബാക്കി പിന്നെ 2 ചെണ്ട കൊണ്ടുവന്നു ചണ്ടക്കാരനാണ്ടി, 2-1 താഴെ വീണു ബാക്കി പിന്നെ 1 ഒരു കുടുക്ക പാലുമായി കുഞ്ഞിമാള് വന്നു, ആ കുടുക്ക താഴെ വീണു ബാക്കി പിന്നെ ഒന്നുമില്ല. അടുത്തതായിട്ട് നമ്മൾ അനുശോചനം രേഖപ്പെടുത്തലാണ്. നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ അധ്യാപകരെയും സഹപാഠികളെയും അനുശോചിക്കുന്ന ചടങ്ങാണ് അടുത്തത്. അതിനായി നമ്മുടെ കമ്മിറ്റിയുടെ ട്രഷറർ നമ്മുടെ സഹപാഠിയുടെയാണ് ശ്രീ വിക്രമനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ അധ്യാപകരും
അതുപോലെ സഹപാഠികളും അവർക്ക് വേണ്ടി നമ്മൾ ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് അവരുടെ ആത്മാവിന് നിത്യശാന്തി നൽകുവാൻ ശ്രീകുമാർ പറഞ്ഞ പോലെ സ്കൂളിന് കഴിഞ്ഞ് ബാങ്കിൽ വർക്ക് ചെയ്തു. അടുത്ത റിട്ടയർമെന്റിന് ശേഷം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന ട്രഷറായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യാണ്. വളരെ ബിസിയാണ് ശ്രീകുമാർ, അതുകൊണ്ടായിരിക്കും എത്തിച്ചേരാത്തത്. ഞാൻ വിളിച്ചിരുന്നതാണ്, പക്ഷെ എത്തിച്ചേരാൻ പറ്റിയില്ല. അതേപോലെ തന്നെ നമ്മുടെ പ്രിയ സഹപാഠി ശോഭനെ ഇതിൽ ആദരിക്കാനിരുന്നതാണ്. അപ്പോൾ പക്ഷേ ശോഭനയുടെ ഹസ്ബൻഡിന് സുഖമില്ലാതെ വന്നതുകൊണ്ട് ശോഭനയ്ക്കും എത്തിച്ചേരാൻ പറ്റില്ല. അവർ രണ്ടുപേരും നമുക്ക് ഈ ചടങ്ങിലേക്ക് പിന്നെ സ്വാഗതം ചെയ്യാം. 80 സഹപാഠികളെയോളം ചേർത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, ഇതേപോലെ ഒരു റീയൂണിയൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല. ഇത് നമുക്കൊരു വളരെ വലിയൊരു ഗ്രേറ്റ് അച്ചീവ്മെൻ്റ് ആണ്. അത് ഈ റീയൂണിയൻ ഉണ്ടാക്കാനായിട്ട് രാപ്പകൽ ശ്രമിച്ച നമ്മുടെ സഹപാഠികളാണ് ശ്രീ സത്യൻ, ശ്രീ വിക്രമൻ, ശ്രീമതി ഗിരിജ ആൻഡ് ശ്രീ ബേബി MD. ഇവരെ 4 പേരും കൂടി ചേർന്നിട്ട് തന്നെയാണ് ഇത് മുമ്പോട്ട് കൊണ്ടുവന്നത്. അതിൻ്റെ നമ്മുടെ ഈ 50 വർഷത്തിന് ശേഷമുള്ള ഈ കൂടിക്കാഴ്ച ഒരു സ്വപ്നം യാഥാർത്ഥ്യമായ എന്ന് വേണം കരുതാൻ. ഏതാനും ചില ആളുകൾ, അതായത് സത്യൻ ഉൾപ്പെടെ, അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂട്ടായ്മ ഏകദേശം പകുതിയിലേറെ എത്തിയപ്പോഴേക്കാണ് ഞങ്ങളെല്ലാം വിവരം അറിയുന്നത് ഈ ഗ്രൂപ്പിൽ ചെയ്തിരുന്നു. പിന്നീടുള്ള പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിലായിരുന്നു. എല്ലാവരെയും നല്ല രീതിയിൽ കൂട്ടിച്ചേർക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് ഒരു കാര്യം പറയാനായിട്ടുള്ളത്, പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് 1ാം ക്ലാസ് മുതൽ 10 വരെ പഠിക്കാനായിട്ടുള്ള ആ ഒരു എന്താ ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ശേഷമാണ് ഈ LP സ്കൂൾ കൊല്ലംപറമ്പിലേക്ക് മാറിയത്. അങ്ങനെ 1 മുതൽ 10 വരെ ഈ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് പഠിക്കാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 50 വർഷത്തിന് ശേഷം നമ്മൾക്കിവിടെ എല്ലാവർക്കും കൂടി 50 വർഷത്തിന് മുമ്പ് എല്ലാവരും കൂടിയാണെങ്കിൽ തല്ലുപിടിച്ച് തമാശ പറഞ്ഞ് കളിച്ച് തിരിച്ച് നടന്നിരുന്ന ആ ഒരു കാലഘട്ടം വീണ്ടും ഓർമ്മിക്കുന്നതിനായിട്ടുള്ള ഒരു അവസരം നമുക്ക് കിട്ടി. ആ അവസരം എല്ലാവരും അതനുസരിച്ച് മുതലെടുത്തിട്ടില്ല എന്ന് വേണം കരുതാൻ. അതിന് വളരെയധികം സങ്കടമുണ്ട്. എന്നാലും ആ കൂട്ടായ്മയിൽ പങ്കെടുക്കാനും അതിൽ സഹകരിക്കാനും എത്തിയിട്ടുള്ള എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. അതായത് എൻ്റെ കടമ ഇതിന് കൃതജ്ഞത പറയുക എന്നുള്ളതാണ്. ആദ്യമായി നമ്മുടെ ഈ പരിപാടിയിൽ അധ്യക്ഷ സ്ഥാനം വഹിച്ച ശ്രീ മഹേഷിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതിനുശേഷം നമുക്ക് നമ്മുടെ എല്ലാവിധ കാര്യങ്ങളും നല്ല രീതിയിൽ നടത്തിത്തന്ന നമ്മുടെ ഉദ്ഘാടക ശ്രീമതി NK സീന ഹെഡ് മിസ്സസിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതുകൂടാതെ നമ്മുടെ സ്വാഗതം പറഞ്ഞ സത്യൻ്റെ ഇതിൻ്റെ മെയിൻ ഓർഗനൈസറാണ്. സത്യന് നന്ദിയിൽ ഒതുക്കിയ പോരാ, അതേ രീതിയിലാണ് സത്യൻ്റെ പ്രകടനം. അതുകൂടാതെ നമ്മുടെ ദുബായിൽ ഇരുന്ന്
നമ്മുടെ ഒരു സുഹൃത്ത് ഈ പരിപാടി വീക്ഷിക്കുന്നുണ്ട്. കാരണം അതപ്പോൾ മെസ്സേജ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബേബി എം ഡി ഈ പരിപാടിയിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പാർട്ട്ണർക്ക് അസുഖം വന്ന് ഇവിടെ അഡ്മിറ്റായ കാരണം അദ്ദേഹം പെട്ടെന്ന് ദുബായിക്ക് പോയി. അതുകൊണ്ട് ബേബിയുടെ പ്രസൻസ് ഇവിടെ ഇല്ല. ബേബിനെ പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ബേബിക്കും കൃതജ്ഞത കൊടുക്കുന്നു. ഇപ്പോൾ കൂടാതെ നമ്മളെ ക്ഷണമനുസരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള 2 അധ്യാപകരാണ്. ഒന്ന് ദിവാകരൻ സാറ്, ഒന്ന് വിശ്വരൻ സാറ്. ഇവരെ കുറിച്ചൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനൊന്നും വേണ്ട. എല്ലാവർക്കും അറിയാം. എല്ലാ കാര്യങ്ങളും അധ്യാപകർ സംസാരിച്ചതാണ്. അപ്പോൾ നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇത്രയും ബുദ്ധിമുട്ടി ഇവിടെ വന്ന ദിവാകരൻ സാറിനും വിശ്വരൻ സാറിനും കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായി നമ്മുടെ ഈ ആശംസകൾ അർപ്പിച്ച വാർഡ് മെമ്പർ സുശീൽ കൊറിയ, ആന്റണി കൊറിയ വാർഡ് മെമ്പർ, കൂടാതെ PTA പ്രസിഡന്റ് മുരളി മോഹൻ, ഇവർക്കും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതുകൂടാതെ നമ്മളുടെ ഈ പരിപാടിയിൽ ആങ്കർമാർ 2 പേരുണ്ട്. ഒന്ന് ജയദേവി, ഒന്ന് ഗിരിജ. അവർക്കും പിന്നെ ഈ പരിപാടി വളരെയധികം സമ്പുഷ്ടമാക്കാനായിട്ട് എത്തിച്ചേർന്ന എല്ലാ സഹപാഠികളും അവരുടെ കുടുംബാംഗങ്ങളും എല്ലാവർക്കും ഒരിക്കൽ കൂടി കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി നമ്മളുടെ ക്ഷണം അനുസരിച്ച് ഇവിടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ലൈറ്റ് ആൻഡ് സൗണ്ടിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മളുടെ കാറ്ററിംഗ് സർവീസുകാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ബാസി, താങ്ക് യു സത്യ. അടുത്തതായിട്ട് നമ്മുടെ വിക്രമനെ കുറിച്ചാണെങ്കിലും നമുക്കതൊന്നും പറയാനില്ല. ഇവരത്രയും ശ്രമിച്ചതുകൊണ്ടാണ് അവർ ഇതേപോലെ തന്നെ ഈ ഒരു റീയൂണിയൻ സംഘടിപ്പിച്ചത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ശ്രീ വിക്രമനെ ആദരം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രീ സുരേഷ് ബാബുവിനെ, നമ്മുടെ പ്രിയ സഹപാഠിയാണ്, സുരേഷ് ബാബുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആദരവ് സ്വീകരിക്കാൻ വേണ്ടി ശ്രീ വിക്രമനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സത്യനെ കുറിച്ച് പറഞ്ഞാൽ മതിയാവില്ല. എന്നും ഫോൺ കോള്, പിന്നെ ഇത് ആവശ്യത്തിന് ഫോൺ കോൾസ്, ഗ്രൂപ്പിൽ മെസ്സേജ് ഇടുക, അതേപോലെ വളരെ സിൻസിയർ ആൻഡ് ഓണസ്റ്റ് ആയിട്ട് ചെയ്ത ആളാണ് ശ്രീ സത്യനെ ഇവരെ 4 പേരെ ആദരിച്ചില്ലെങ്കിൽ അത് നമ്മുടെ വലിയൊരു തെറ്റായി പോകും. അപ്പം അതുകൊണ്ട് ഈ കാര്യം ആദ്യം എന്നോട് പറഞ്ഞത് ബേബി എവിടെയാണ്. ബേബി എന്നോട് ചോദിച്ചു നമുക്ക് ഇവരെ ആദരിക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഡബിൾ ഓക്കെ പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഈ ഒരു മുഹൂർത്തം ഇവിടെ ഉണ്ടായത്. പക്ഷെ എന്നോട് ഒന്ന് സർപ്രൈസ് ആയിരുന്നാൽ നല്ലതായിരിക്കും, ആരോടും പറയാതെ ഇരിക്കാന്ന് പറഞ്ഞു. അപ്പം ശരി, ഓക്കെ. ഞാൻ ആരോടും പറഞ്ഞില്ല. പക്ഷെ ഇന്നാണ് ഞാനൊരു സുരേഷ് ബാബുവിനോട് ഒന്ന് ഹിന്റ് ചെയ്തത്. പക്ഷെ ബേബി ഇവിടെ നിന്ന് ഈ സമയത്ത് അങ്ങോട്ട് പോയത്, ദുബായിക്ക് ആവശ്യത്തിന് പോയത് കൊണ്ട് എനിക്ക് വളരെ ഞാൻ ഷോക്കായിപ്പോയി. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ബേബി പറഞ്ഞു യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞു. ശരി, ഓക്കെ, ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. അപ്പോൾ നമ്മുടെ സഹപാഠി ശ്രീ സത്യനെ ആദരിക്കാനായിട്ട് ഞാൻ ശ്രീ ഭാസിയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആദരവ് സ്വീകരിക്കാനായി ശ്രീ സത്യനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മനസ്സിലായോ? എനിക്കിപ്പോ
നമ്മുടെ സഹപാഠി ഗിരിജയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഇന്നും മതിയാവില്ല. അതേപോലെയാണ് സ്കൂളിൽ വന്ന് രജിസ്റ്റർ നോക്കി ചെയ്തതും. ഇവരെല്ലാവരും കൂടി അത് ചെയ്തു. ഇത്രയും ഇവിടെ വളരെ നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പം എന്തായാലും രജിസ്റ്റർ എടുത്തു. ഞാൻ ഷോക്കായി പോയി അത് ഗ്രൂപ്പിൽ സത്യനിട്ട് കണ്ടപ്പോൾ. എനിക്ക് ഇത്രയൊക്കെ അതിൻ്റെ പ്രഭാവമുള്ള എൻ്റെ ബ്രദറൊക്കെ പറഞ്ഞു എനിക്ക് ഗിരിജയെ ഒന്ന് കാണണം, എന്നിട്ട് ഇവിടുത്തെ രജിസ്റ്റർ നോക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്രയും വളരെ നല്ല കാര്യമാണ് ഇവർ ചെയ്തത്. ശ്രീ ഗിരിജയെ ആദരവ് സ്വീകരിക്കാനായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരവ് നൽകാനായിട്ട് ഞാൻ തന്നെ മൈസെൽഫ്. ഇനി അടുത്തത് നമ്മുടെ ബേബി MD ആണ്. പക്ഷേ ബേബി MDക്ക് പോലും അറിയില്ല ഞാൻ ഇങ്ങനെ ഒരു ദൗത്യം ചെയ്യേണ്ടതെന്നുള്ള കാര്യം. അപ്പോൾ ശ്രീ ബേബി MDയുടെ ശ്രീ സഹധർമ്മിണി ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ആദരവ് സ്വീകരിക്കാനായിട്ട് ഞാൻ ശ്രീ സത്യനെ തന്നെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അത് ആദരവ് നൽകുവാനായിട്ട് സുരേഷ് ബാബുവിനെ തന്നെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സൗകര്യം പോലെ ബേബി MD വരുമ്പോൾ അത് സത്യം ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇവരെ ചെയ്ത എല്ലാവർക്കും ഞാൻ ഒരു പ്രാവശ്യം കൂടി താങ്ക്സ് പറയുകയാണ്. അടുത്തതായി ആശംസാ പ്രസംഗമാണ് നമ്മുടെ വിദ്യാലയത്തിലെ വാർഡ് മെമ്പറായ ശ്രീ സുഷി ആന്റണി കൊറയ. അദ്ദേഹം ഞാൻ മാലിപ്പുറം ബോർഡ് മെമ്പറാണ്. 11 മണിക്ക് അവിടെ സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുഭവത്തോടെ പോകുന്നു പറഞ്ഞു നിർത്തുന്നു. അടുത്തതായി ആശംസ പറയുന്നതിനായി സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീ മുരളി മോഹൻ. ശ്രീ നിങ്ങളുടെ 74 പ്രസിഡന്റ് ശ്രീ വേദിച്ചേട്ടൻ, അതുപോലെ തന്നെ ഉദ്ഘാടന PHM ശ്രീറാം മേഡം, അതുപോലെ നമ്മുടെ ആദരിച്ച വേറെ മാഷ് മെമ്പർ ശ്രീ ആന്റണി കൊറയ, അതുപോലെ നിങ്ങൾ മുൻപിരിക്കുന്ന അതുപോലെ എല്ലാവരും എൻ്റെ ഞാൻ അറിയുന്നവരാണ്. പഹേഷ് വിക്രഞ്ചേട്ടനായാലും ജയചേച്ചിയായാലും ഗിരിജേച്ചിയായാലും വാസുദേവനായാലും എല്ലാവരും മിക്കവരും അറിയുന്നവരാണ്. ഞങ്ങളീ പറഞ്ഞ പോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ 84-85 ബാച്ചാണ് ഇവിടുത്തെ. അടുത്തതായി ഞങ്ങളുടെ അധ്യാപകനായ ദിവാകരൻ മാഷെ 2 വാക്ക് സംസാരിക്കുന്നതിനായി വേദിയിലേക്ക് വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷനായ മഹേശൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ടരെ, എൻ്റെ മുമ്പിലിരിക്കുന്ന പണ്ടത്തെ കുട്ടികളെ, 50 വർഷത്തിന് ശേഷം ഓർത്തിരുന്ന എന്നെ വിളിച്ചതിന് ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ വരുമ്പോൾ ഇവിടെ ഈ വിദ്യാലയത്തിൻ്റെ പ്രഥമാധ്യാപിക സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ പറഞ്ഞ ഒരു കാര്യമാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. ഈ വിദ്യാലയത്തെ കുറിച്ച് പറഞ്ഞ ഒരു നല്ല വാക്ക്, ഈ വിദ്യാലയത്തിലുള്ള വിദ്യാർത്ഥികളുടെ ആ ഒരു സ്നേഹവായ്പ മറ്റൊരിടത്തും ഇല്ല എന്ന് പറഞ്ഞത് വളരെ ശരിയാണ്. അത് ഈ വിദ്യാലയത്തിലും മറ്റൊരു വിദ്യാലയത്തിലും ജോലി ചെയ്യുമ്പോഴാണ് കൂടുതൽ അറിയാൻ കഴിയുക. ഞാൻ 37 വർഷം അധ്യാപകനായിരുന്നു. 27 വർഷവും നേര്യമംഗലത്തായിരുന്നു. അതിന് തൊട്ട് മുമ്പ് 5 വർഷം മാത്രമാണ് ഇവിടെ ജോലി ചെയ്തിട്ടുള്ളത്. പക്ഷെ ആ 27 വർഷത്തേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഈ 5 വർഷത്തെയാണ്. ഈ വിദ്യാലയത്തിന്, ഈ നാട്ടുകാർക്ക്
അഭിമാനിക്കാൻ വക നൽകുന്ന പല കാര്യങ്ങളുണ്ട്. നിസ്സാരമെന്ന് തോന്നിയേക്കാം, പക്ഷെ എൻ്റെ ദൃഷ്ടിയിൽ അങ്ങനെയല്ല. ഈ വിദ്യാലയത്തിൽ നിന്ന് നാടാകെ അറിയപ്പെടുന്ന ചില വ്യക്തികളെ സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു PSC മെമ്പർ വരുന്നുണ്ടായിട്ടുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. സംസ്ഥാനത്തെ മികച്ച ഒരു അധ്യാപകർ ഇവിടെ നിന്നുണ്ടായിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിലെ ഏറ്റവും ഉയർന്ന സകല അധ്യാപകരുടെയും മേധാവിയായ ഒരാൾ ഈ വിദ്യാലയത്തിലെ അധ്യാപകനായിരുന്നു. അങ്ങനെ അപൂർവമായ പല ബഹുമതികളും സൗഭാഗ്യമെന്ന് ഞാൻ പറയും അത് ഈ വിദ്യാലയത്തിന് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ ഒരു കാര്യം JRC കുറിച്ചാണ്. ഞാൻ ഇവിടെ നിന്ന് നേര്യമംഗലത്തേക്ക് സ്ഥലം മാറിപ്പോയിട്ട് ഈ 27 വർഷത്തിൽ ഒരു എൻ്റെ കാര്യങ്ങൾ വളരെ കാര്യമില്ല. അത് അന്ന് SLC ക്ലാസ്സിൽ കേട്ടതാണ് ഓൾറെഡി. ഈ 50 കൊല്ലം കഴിഞ്ഞിട്ട് അയാൾ വിടാതെ ഇപ്പോൾ ഈ 50 കൊല്ലത്തിന് ശേഷം നിങ്ങൾക്കെന്ത് മാറ്റം വന്നു, നിങ്ങൾക്കെന്ത് അച്ചീവ്മെൻ്റ് ഉണ്ടായി, നിങ്ങൾ എവിടേക്ക് എത്തി? ഡോക്ടർമാരായ, IASകാരായ, IPSകാരായ, അല്ലെങ്കിൽ എഞ്ചിനീയറായ, അല്ലെങ്കിൽ എവിടെ വരെ എത്തി അത് എനിക്ക് താല്പര്യമുണ്ട്. കാരണം എൻ്റെ ഞാൻ പറഞ്ഞ അധ്യാപനത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ആളുകൾ നിങ്ങൾക്ക് മെച്ചപ്പെട്ടോ പറയാം. അപ്പോൾ എൻ്റെ അനുഭവം അങ്ങനെ ഉയർന്നവർ ആരും കടന്ന പടിന്ന് ഉണ്ടാകാൻ സാധ്യതയില്ല. നിങ്ങളെ കൊടുത്തില്ല. ഈ 55 കൊല്ലമായിട്ടും ഭാര്യ അംഗീകരിച്ചിട്ടില്ല. ഞാൻ ഭയങ്കര ടെൻഷൻ, ഭയങ്കര പ്രയാസം. അത് ഞാൻ ഒന്നും ഉദാഹരണം പറഞ്ഞുതരാം. ഇവിടെ ഈ ഭാഗത്ത് ഒരു പൗളി വിൽസന പൗളി വത്സൻ ആ കുട്ടിയെ ഞാൻ ഇവിടെ പഠിപ്പിച്ചിരിക്കണം. 8ാം ക്ലാസ്സിൽ വന്നത്. അപ്പോൾ ആ കുട്ടി ക്ലാസ്സിൽ വരില്ല പല ദിവസവും. അപ്പോൾ എന്താ നാടകത്തിന് പോകുന്നത് 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി അന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശങ്കരൻ മാഷും നമ്മുടെ മാഷും ഒക്കെ വഴക്കുണ്ടാക്കും. അത് സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞ എനിക്ക് വേറെ പണിയില്ലേ. ആ കുട്ടി ഇവിടെ സ്കൂളിൽ വരുന്നതിന് നമ്മുടെ അനുഗ്രഹമുള്ളൂ. ഈ നാടകത്തിന് പോയി ഉറക്കം നിന്ന് വന്നിട്ട് ക്ലാസ്സിൽ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതങ്ങനെ കണക്കാക്കിയാൽ മതി. അവർ IAS IPS വെക്കാൻ പോകുന്നില്ല. അത് വന്ന് പോയിക്കോട്ടെ. കുറേ കഴിഞ്ഞ് ഈ അടുത്തിടെ ഞാനും ഭാര്യയും കൂടി ഹൈക്കോടതി ജഡ്ജിയെത്തിയാണ്. ഇങ്ങനെ മുളാട്ടൊക്കെ പോകാനായിട്ട് ക്രോസ് ചെയ്യണം. സാറേ എന്ന് പറഞ്ഞ് ഒരു സ്ത്രീ ഓടി വരുന്നു. കൂടെ സ്ത്രീയാണ്. അതാരാണ്? ഈ പൗളിയാണ്. അപ്പോൾ സാറിനെ കണ്ട നന്നായി ഈ ഭാര്യയുടെ മുഖത്തോക്കി പറയണം, ഇത് എൻ്റെ സാറാൻ്റെ കണക്ക് പഠിപ്പിച്ചതാണ്. ഇത് കൈകത്ത് വരുന്നത്. അപ്പോൾ മകളോട് പറഞ്ഞ് കൂടെയുള്ള പെണ്ണ് പറഞ്ഞ് ഞാൻ മകൻ്റെ ഭാര്യയാണ് കൂടെയുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ പഠിപ്പിച്ചത് അപ്പോൾ എന്താണ് ഈ അധ്യാപകനെ ബഹുമാനിക്കുന്നത്? ഞാനിപ്പോൾ ഇങ്ങനെ നിന്ന് സിനിമ നേടി അവാർഡ് കിട്ടിയ നടി അധ്യാപകനെ ബഹുമാനിക്കുന്നു. അവിടെ കാര്യങ്ങൾ പറഞ്ഞതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. അന്നേ നമ്മുടെ ഈ സ്കൂളിനെയും ഇവിടുത്തെ അധ്യാപകരെയും കുറിച്ച് നമ്മുടെ പ്രിയ സഹപാഠി ശ്രീ നീലാംബരൻ ഒരു ഗാനം രചിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ കുറച്ച് പേര് ചേർന്ന് പാടാൻ പോയാണ്. അഭിമാനം നിറയ്ക്കുന്ന നന്മയുടെ
അത് തന്നെ GHSC. ഇവിടത്തെ മാഷാണ് മാഷ്, ടീച്ചർമാരെല്ലാരും മുത്ത്, അവരറിവിന്റെ നിറകുടമാണെന്നും. കൂടെ പഠിച്ചവരെ കൂടി കളിച്ചവരെ പലരും പരലോകം പോയി. ഗുരുക്കന്മാരായവരിൽ വഴി തെളിച്ചു തന്നവരിൽ പലരും യാത്രയായി മറഞ്ഞു. കാണാമവരെ കേൾക്കാമവരെ കനകപ്പൂക്കളമാകും നിലവിൽ നറുപൂകൊണ്ട് പൂജിച്ച് മിഴിനീരും തുറച്ചിട്ട് കൈനിറയെ നൽകാം നമസ്തേ. നെഞ്ചിൽ നിറയുന്ന സ്മരണാഞ്ജലിയാകുന്ന പുഴയോരം തളയിട്ടു കൊള്ളുന്ന തീരത്ത് സരസ്വതി നിലയം. അത് തന്നെ നമ്മുടെ GHSC. കൈമുകിലുകൾ നിറയുമ്പോൾ കാർമേഘം മഴവുമ്പോൾ നെഞ്ചോട് ചേർത്തു വെച്ച ബുക്കിൽ ചേമ്പിൻ കണ്ടൊന്നെടുത്ത് തൊപ്പിക്കുടയായി നിവർത്തി കൊതിച്ചു പാനം ഒരു കാലം. കാണാമെന്നും കേൾക്കാമെന്നും അടിപകരും മനസ്സിന്റെ താഴെ. മഴയെല്ലാം നനഞ്ഞിട്ട് നീരെല്ലാം തുറച്ചിട്ട് ഓടി കിടച്ചെത്തും നേരം നല്ല മാഷിന്റെ ദീപാനം നോട്ടം. ഇളകുന്ന പുഴയോരം തളയിട്ട് തുള്ളുന്ന തീരത്തെ സരസ്വതി നിലയം. അത് തന്നെ GHSC. വൈപ്പിൻ കരയ്ക്കെന്നും അഭിമാനം നൽകുന്ന നന്മയുടെ നാവായശാല. അത് നമ്മുടെ പ്രിയതരമാം GHSC. ഇവിടുത്തെ മാഷാണ് മാഷ്, ടീച്ചർമാരെല്ലാരും മുത്ത്, അവർ അറിവിന്റെ നിറകുടമാണെന്നും. അവർ അറിവിന്റെ നിറകുടമാണെന്നും. താങ്ക് യു നീലാംബര. Hey
കളിമാല പെണ്ണാകും ഞാൻ അവിടും നെഞ്ചാരം കേൾക്കാൻ. അവിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ ഒരു കൊച്ചു സ്വപ്നത്തിൽ ചിറകുമായി അവിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ ഒരു നോക്ക് കാണാൻ ഒരു വാക്കു കേൾക്കാൻ ഒരുമിച്ച ദുഃഖത്തിൽ പങ്കുചേരാൻ ഒരു കൊച്ചു സ്വപ്നത്തിൽ ചിറകുമായി അവിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ പട്ടുപോലുള്ള പാദങ്ങൾ രണ്ടും കെട്ടിപ്പിടിച്ചൊന്ന് പൊട്ടിക്കരയാൻ മുറിവേറ്റു നീറുന്ന വിരിമാറിലിൻ്റെ വിഴിനീരത്തഴുകിവെന്ന് പുരട്ടാ ഒരു കൊച്ചു സ്വപ്നത്തിൽ ചിറകുമായി അവിടുത്തെ അരുകിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ ഒരു വാക്ക് കാണാൻ ഒരു നോക്കു കേൾക്കാൻ ഒരുമിച്ച ദുഃഖത്തിൽ പങ്കുചേരാൻ ഒരു കൊച്ചു സ്വപ്നത്തിൽ ചിറകുമായി അവിടുത്തെ അരുകിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ. അർഹ നിലാമലിന്റെ പേരക്കുട്ടി. ും
പാടത്തിൽ ഉണർന്നതിനാരോ മനസ്സുകളോട്
മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. കൃഷ്ണ തുളസി കതിർത്തുമ്പു മോഹിക്കും നിന്റെ ഈ വാർമുടി ചുരുളിലെത്താൻ. പൂജക്കിടക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ. മണമില്ല മധുവില്ല പൂജക്കെടുക്കില്ല താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ. വിടരും മുമ്പേ കൊഴിയുന്ന ഇതളുള്ള പൂജക്കെടുക്കാത്ത കാട്ടുപൂവാണു ഞാൻ. ഇഷ്ടമാണെന്നൊന്ന് ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ മുൻപിലെത്തിടുമ്പോൾ നിന്റെ കൊലുസിൻ്റെ നാദങ്ങളിൽ ഞാൻ താനെ മറന്നൊന്നു നിന്നിടുന്നു. ഒന്നും പറയാതെ അറിയാതെ പോയിടുന്നു. ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയ വ്യർത്ഥമായി പോകുമെൻ ജീവിതം. ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയ വ്യർത്ഥമായി പോകുമെൻ ജീവിതം. നീ നടക്കും വഴിയോരത്ത് എന്നെ കണ്ടാ ചിരിക്കാതെ പോകരുതേ. നീ നടക്കും വഴിയോരത്ത് എന്നെ കണ്ടാ ചിരിക്കാതെ പോകരുതേ. നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാം. നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാം. ഇനിയുള്ള കാലം കാത്തിരിക്കാം. ഇനിയുള്ള കാലം കാത്തിരിക്കാം. താങ്ക് യു. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെ
എല്ലാവരും കുത്താൻ ചെല്ലണ്ട, 2-4 പേര് കുത്തുക. സഞ്ചരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് വളരെ ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ്. വലിയ കൈയടി. തന്നെ ബാങ്കിന് ജോലി കിട്ടി. ജോലി കിട്ടി 38 കൊല്ലം കേരളത്തിലെ പല ഭാഗങ്ങളിലും വർക്ക് ചെയ്യാൻ സാധിച്ചു. ഒരു മഹാസംഭവമാക്കി മാറ്റിയ നീ രാഗവീണു കിനാവിൻ്റെ നീലക്കടമ്പി പരാഗരേണു തിരിയുമ്പോളേതോ നനഞ്ഞ കൊമ്പിൽ നിന്ന് നിലതെറ്റി വീണ കണ്ടിലകൾ നമ്മൾ രേണുകേ നീരാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൽ പരാഗരേണു തിരിയുമ്പോളേതോ നനഞ്ഞ കൊമ്പിൽ നിന്ന് നിലതെറ്റി വീണ കണ്ടിലകൾ നമ്മൾ രേണുകേ നാം രണ്ടു മേഘശകലങ്ങളായി അകലേക്കു മറയുന്ന ക്ഷണഭംഗികൾ മഴവില്ല് താഴെ വീണുടയുന്ന മാനത്ത് വിരഹമേഘ ശ്യാമഘന ഭംഗികൾ പിരിയുന്നു രേണുകേ നാം രണ്ട് പുഴകളായി ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം മുകളിൽ നിന്നൊറ്റയ്ക്ക് ചിതറി വീഴുന്നതിൻ മുൻപൽപ്പമാത്രയിൽ ക്ഷണിതനായെങ്കിലും നാം കണ്ട കനവിൻ്റെ മധുരം മിഴിപ്പൂ നനച്ചു രേണുകേ നീരാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൽ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്ന് നിലകത്തു വീണരണ്ടിലകൾ നമ്മൾ. ഓക്കെ, താങ്ക് യു.
ഞാനൊരു കവിത പാടാൻ ശ്രമിക്കാം. എനിക്ക് മുമ്പ് 2 വാക്ക് ഈ കുടുംബ സംഗമം ഒരു മഹാസംഭവമാക്കി മാറ്റിയ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഇത്തരം കൂട്ടായ്മകൾ വീണ്ടും വീണ്ടും ഉണ്ടാവട്ടെ. പിന്നെ ഈ സംഘാടക സമിതിയുടെ നെടുന്തൂണായി പ്രവർത്തിച്ച ശ്രീ സത്യൻ, അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് പ്രശംസകളുണ്ടായി. പക്ഷെ എനിക്ക് പറയാനുള്ളത് വേറൊരു കാര്യമാണ്. ഞാനും സത്യൻ്റെ വീടും തമ്മിൽ ഏകദേശം 1/4 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അപ്പോൾ ഞങ്ങൾ പഠിച്ചിരുന്ന കാലത്ത് എല്ലാ ദിവസവും വൈകിട്ട് സത്യൻ്റെ വീട്ടിൽ പോകും. അപ്പോൾ സത്യൻ്റെ അമ്മ ഈ പശുവിൻ്റെയൊക്കെ പുറകെ ഇങ്ങനെ ഓടിയെടുത്ത് പണിയെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് അടുക്കളയിൽ ചെന്ന് ഒരു ഉണ്ട, അതായത് അന്ന് റേഷനൊക്കെ കിട്ടുന്ന സമയത്ത് ഒരു പശമേണ്ട അരിയായിരുന്നു കിട്ടിയിരുന്നത്. ആ പശയുള്ള അരിയുടെ ഒരു ഉണ്ട എനിക്ക് കയ്യിൽ കൊണ്ടുവന്ന് തന്നത്, പാത്രത്തിലൊന്നുമല്ല, കയ്യിൽ കൊണ്ടുവന്നത്. പക്ഷേ ആ ഉണ്ടയ്ക്ക് അന്നുണ്ടായിരുന്ന രുചി ഇന്ന് വരെ എനിക്കൊരു ഉണ്ടയ്ക്കും ഉണ്ടായിട്ടില്ല. ഇത് കേട്ട് നിൽക്കുന്ന എൻ്റെ ഭാര്യ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവിടെ നിൽക്കാതെ ചോദിക്കാൻ സാധ്യതകൾ എന്താണെന്നറിയാമോ? അപ്പൊ ഞാൻ കഴിഞ്ഞ മാസം ഉണ്ടാക്കി തന്ന ഉണ്ട കൊള്ളുമില്ലായിരുന്നോ? അല്ല, അതല്ല സംഭവം. അത് ആ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശപ്പിൻ്റെ കാലമായിരുന്നു. പിന്നെ അന്നത്തെ വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശപ്പിൻ്റെ വയസ്സായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കവിത ഞാനല്ല, നിങ്ങളെല്ലാവരും കേട്ടിരിക്കുമായിരിക്കും. കേൾക്കാത്തവർ വീണ്ടും കേൾക്കാം. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലൊക്കെയും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം. മഴവില്ല് പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. കൃഷ്ണ തുളസി കതിർത്തുമ്പ് മോഹിക്കും നിന്റെ ഈ വാർമൊഴി ചുരുളിലെത്താൻ. മണമില്ല, മധുവില്ല, പൂജയ്ക്കെടുക്കില്ല, താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ. ഇഷ്ടമാണെന്നൊന്ന് ചൊല്ലുവാൻ വേണ്ടി നിത്യവും മുന്നിലെത്തിടുമ്പോൾ എൻ്റെ നിന്റെ കൊലുസിൻ്റെ നാദങ്ങളിൽ ഞാൻ എല്ലാം മരുന്നൊന്നു നിന്നിടുന്നു. ഒന്നും മിണ്ടാതെ പറയാതെ പോയിരുന്നു. ഞാറക്കൽ പള്ളിയങ്കണത്തിൽ വെച്ച് അവതരിപ്പിച്ച ഒരു കവിതയാണിത്. സ്വാഭാവികമായിട്ടും അത് ക്രിസ്തുമസിനെ കുറിച്ചാണ്, ക്രിസ്തുദേവനെ കുറിച്ചായിരിക്കും. 2000-ഓളം ആണ്ടുകൾക്കപ്പുറം കാലേ തൊഴുത്തിൽ പിറന്നൊരു പൈതലേ, നീ സ്നേഹവായ്പും ദയത്യാഗമെന്നിവ എന്നും പ്രകാശം പരത്തുന്നു ഭൂമിയിൽ. ഇന്നാട്ടിലെങ്ങും പുൽക്കൂടൊരുക്കി നക്ഷത്രദീപം തെളിച്ചു നമ്മൾ. ഇന്നാട്ടിലെങ്ങും പുൽക്കൂടൊരുക്കി നക്ഷത്രദീപം തെളിച്ചു നമ്മൾ. നാദാ നിന്നെ കാത്തിരിക്കുന്നിതാ, വരണേ വരണേ വരല്ലേ നീ. ഈ ഭൂമിയെങ്ങും മരുഭൂമിയാകും സജ്ജന സംഗമം ദുഷ്കരമായി. ഈ ഭൂമിയെങ്ങും മരുഭൂമിയാകും സജ്ജന സംഗമം ദുഷ്കരമായി.
നാഥാ നിന്നെ കാത്തിരിക്കുന്നിതാ വരണേ വരണേ വരില്ലേ നീ 2000-ഓളം ആണ്ടുകൾക്കപ്പുറം കാലേ തൊഴുത്തിൽ പിറന്നൊരു പൈതനെ നീ സ്നേഹവായ്പും ദയത്യാഗമെന്നിവ എന്നും പ്രകാശം പരത്തുന്നു. നമസ്തേ. മാരിവില്ലിൻ തേന്മലരെ മാഞ്ഞു പോകയോ മാഞ്ഞു പോകയോ മാരിവില്ലിൻ തേന്മലരെ മാഞ്ഞു പോകയോ മാഞ്ഞു പോകയോ നീളെ നീളെ പാടങ്ങളെല്ലാം കൊതിതുള്ളി നിൽക്കരേ കൊതിതുള്ളി നിൽക്കരേ തേന്മഴ തൂകാൻ ഉൾക്കൊള്ളിർ പാകാൻ നീ വരില്ലേ തേന്മഴ തൂകാൻ ഉൾക്കൊള്ളിർ പാകാൻ നീ വരില്ലേ മാരിവില്ലിൻ തേന്മലരെ മാഞ്ഞു പോകയോ മാഞ്ഞു പോകയോ കടലിൽ നിന്നൊരു കുമ്പിൾ വെള്ളവുമായി കരിമോകിൽ മാനത്തു വന്നു കടലിൽ നിന്നൊരു കുമ്പിൾ വെള്ളവുമായി കരിമോകിൽ മാനത്തു വന്നു മിഴി നട്ടു നിന്നൊരു മാടത്തിൻ മാറിൽ അഴകുറ്റ തേന്മലർ പൂത്തു മിഴി നട്ടു നിന്നൊരു മാടത്തിൻ മാറിൽ അഴകുറ്റ തേന്മലർ പൂത്തു മാരിവില്ലിൻ തേന്മലരെ മാഞ്ഞു പോകയോ മാഞ്ഞു പോകയോ ഒരു കൊടുങ്കാറ്റിൻ്റെ കൈകളിൽ തട്ടി കരിമൂക്കിലെങ്ങോ മറഞ്ഞു ഒരു കൊടുങ്കാറ്റിൻ്റെ കൈകളിൽ തട്ടി കരിമൂക്കിലെങ്ങോ മറഞ്ഞു അവളുടെ വാർമുടി കെട്ടിൽ നിന്നൂർന്നു മഴവില്ലിൻ തേന്മലർവാനിൽ അവളുടെ വാർമുടി കെട്ടിൽ നിന്നൂർന്നു മഴവില്ലിൻ തേന്മലർവാനിൽ മാരിവില്ലിൻ തേന്മലരെ മാഞ്ഞു പോകയോ മാഞ്ഞു പോകയോ മാരിവില്ലിൻ തേന്മലരെ മാഞ്ഞു പോകയോ മാഞ്ഞു പോകയോ എൻ്റെ പന്തലിൽ വേറൊരു
എന്ന് വരും നീ, എന്ന് വരും നീ എൻ്റെ നിലാപന്തലിൽ വെറുതെ എൻ്റെ കിനാപന്തലിൽ നീ സോറി നീയില്ലെങ്കിൽ നീ വരില്ലെങ്കിൽ എന്തിന് കരളിൽ സ്നേഹം വെറുതെ എന്തിന് നെഞ്ചിൽ മോഹം മണമായി നീ എൻ മനസ്സിലില്ലാതെ എന്തിന് പൂവിൻ ചന്തം വെറുതെ എന്തിന് ചന്തം എന്ന് വരും നീ, എന്ന് വരും നീ എൻ്റെ നിലാപന്തലിൽ വെറുതെ എൻ്റെ കിനാപന്തലിൽ ഓർമ്മയിലെന്നും ഓർമ്മനിപ്പൂ ഞാൻ തമ്മിൽ കണ്ട നിമിഷം നമ്മൾ ആദ്യം കണ്ട നിമിഷം ഓരോ നോക്കിലും ഓരോ വാക്കിലും അർത്ഥം തോന്നിയ നിമിഷം ആയിരം അർത്ഥം തോന്നിയ നിമിഷം ഇന്നു വരും നീ, എന്നു വരും നീ എൻ്റെ നിലാപന്തലിൽ വെറുതെ എൻ്റെ കിനാപന്തലിൽ വെറുതെ കാണാൻ വെറുതെ ഇരിക്കാൻ വെറുതെ വെറുതെ ചിരിക്കാൻ തമ്മിൽ വെറുതെ വെറുതെ ഇന്ന് വരും നീ, ഇന്ന് വരും നീ എൻ്റെ നിലാപന്തലിൽ വെറുതെ എൻ്റെ കിനാപന്തലിൽ. താങ്ക് യു. അപ്പം തന്നെ ബാങ്കിന് ജോലി കിട്ടി. ജോലി കിട്ടി 38 കൊല്ലം കേരളത്തിലെ പല ഭാഗങ്ങളിലും വർക്ക് ചെയ്യാൻ സാധിച്ചു. ടോപ്പിന്ന് എത്രയും നോക്കുന്നു ടോപ്പിന്ന് എത്രയും നോക്കുന്നു ഇവിടെ സഞ്ചരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് വളരെ ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ്.
വലിയ